EP ജയരാജനോട് കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഞാൻ പലവട്ടം പറഞ്ഞു, അതേ ശോഭാ സുരേന്ദ്രൻ കുടുങ്ങാൻ പോണേ. ഇപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം EP എന്നെയും സുധാകരനെയും ശോഭയും പോലീസിൽ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതിന് FIR വരും. ഇപ്പോൾ ശോഭ എനിക്കെതിരെ ഒരു FIR ഇട്ടുണ്ട് 509 എന്ന് നോക്കിയെടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട്. 509 അവൈലബിളാണ്, കുഴപ്പമൊന്നുമില്ല. സബ്സെക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എൻ്റെ കൂടെ. അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ്, പക്ക തട്ടിപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ല, അതാണ് ശോഭയുടെ തെറ്റ്. ITC മൗര്യയിലാണ് ശോഭ വന്നത്. ITC മൗര്യ വന്നിട്ട് PMൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞൊരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ. ഇങ്ങനെ കാണിച്ച ID എനിക്ക് സംശയം വന്നു. കാരണം PM ഒന്നൊരാളങ്ങനെ വരില്ല, നമ്മൾ ഡൽഹി കാണണമല്ല. അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ പകർത്തണം. ഇവർ എൻ്റെ കൂടെ EP അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അവിടെ വെച്ച് ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ച് പോയത്. പിന്നെ ഞങ്ങളൊന്നും സംസാരം ഉണ്ടായിട്ടില്ല, ഒരു റോളും ഇല്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ആ EP പരാതി കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നോട് ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈലിൽ ബ്ലോക്ക് ചെയ്യാൻ പോണേന്ന്. അദ്ദേഹത്തിൻ്റെ 9447087633. ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് 25-ാം തീയതിയാണ്. അദ്ദേഹത്തെ വിളിച്ച ശേഷമാണ് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ്, നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത്, പറഞ്ഞോട്ടെ പറയാൻ പറഞ്ഞു. അവിടെ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത്. ഒരു മീറ്റിങ്ങിൽ ശോഭ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ 120B ഏതെങ്കിലും IPCയും കൂടി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും, ഞാൻ അക്യൂസ്ഡ് ആവും. ശോഭ പ്രൂവ് ചെയ്യണം. ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. രാമനിലയത്തിൽ ഞാൻ ചെന്നു, രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു. രാമനിലയത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ, റിസപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ EP ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണനും. രാധാകൃഷ്ണൻ്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു. റൈറ്റ് സൈഡിൽ ഗോവിന്ദ മാഷ്, അതിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു. ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിൽ ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോ എന്ന് ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ട് അമേരിക്ക നടക്കുന്നോട്ട് ജാവദേക്കർ ഏത് റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പോയിട്ട് ശോഭയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, മനസ്സിലായ? ജാവദേക്കർ തലേ തുണിയിട്ട് വരൂല. പിന്നെ EP ജയരാജന് ഒരു മൂവ്മെൻറ്റും അങ്ങനെ നടത്താൻ പറ്റില്ല. കാരണം കറ തീർന്ന കേട്ട കമ്മ്യൂണിസമുള്ള പോലീസുകാരെയാണ് കൂടിയിട്ടേക്കണം, മുഖ്യമന്ത്രിയുടെ അനിലെ പോലെ. അവർ പറഞ്ഞു കൊടുക്കും. അപ്പം തന്നെ അന്ന് 2 പേരുണ്ട് ഡ്യൂട്ടിക്ക്. EP ഇനി അവരെ മാറ്റി നിർത്തി വരാൻ വെച്ചാൽ അവർ മാറിയിരിക്കും. ഫ്ലാറ്റിൽ അവരെ ഭക്ഷണത്തിന് പറഞ്ഞു വിട്ട സമയം കൊണ്ടാണ് ഞങ്ങൾ ചെന്നത് അറിയാഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം 1 മണിയായി. ഇവർ ലഞ്ച് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു, മനസ്സിലായ? അപ്പം അത്രയുമുള്ള ഒരാളെ എങ്ങനെ അവർ പറയും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അച്യുതാനന്ദനോട് ഗോപി എന്താണെന്ന് നോക്കി പാർട്ടിയെ റിപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അച്യുതാനന്ദൻ കണ്ണേ